ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ ബേസിക് സയൻസ് ആനുവൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നോക്കൂ, ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ചൈൽഡ് റിസർച്ച് പ്രോജക്ട് ഓൺ ദ ടോപ്പിക് പൊല്യൂഷൻ പ്രോബ്ലംസ് ഇൻ മൈറ്റ് ഏരിയ. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ പൊല്യൂഷൻ ഓഫ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, റൈറ്റ് വൺ ക്വസ്റ്റ്യൻ ദ ചൈൽഡ് വുഡ് ആസ്ക് ടു പ്രിപ്പയർ ദിസ് പ്രോജക്ട് അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഹൗസ് വിസിറ്റ് റിലേറ്റഡ് ടു ദ ഈച്ച് ഏരിയ. മലയാളം മീഡിയം നോക്കാം നമുക്ക്. ആക്ടിവിറ്റി പ്രവർത്തനം 1. എൻ്റെ പ്രദേശത്തെ മലിനീകരണ പ്രശ്നങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി ചെയ്ത അന്വേഷണ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ട മണ്ണ്, ജലം, വായു എന്നീ 3 മേഖലകളുടെ മലിനീകരണത്തെ സംബന്ധിച്ചാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് ഗൃഹസന്ദർശന സമയത്ത് കുട്ടി ചോദിക്കാവുന്ന ഓരോ ചോദ്യങ്ങൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് എന്ത് എഴുതാം കൂട്ടുകാരെ? CFL ലാമ്പുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ മണ്ണിലേക്ക് വലിച്ചെറിയുന്നുണ്ടോ എന്ന് ചോദിക്കാമല്ലേ. നെക്സ്റ്റ് എഴുതാം. ജലാശയങ്ങളിലേക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, മലിനജലം, രാസകീടനാശിനികൾ എന്നിവ എത്തുന്നുണ്ടോ? തുറസായ സ്ഥലത്ത് മാലിന്യങ്ങൾ കത്തിക്കുന്നുണ്ടോ? Okay, then English medium നമുക്ക് എഴുതാം. It is plastic products, sewage and chemical pesticides arriving into water bodies. Then second question ആയിട്ട് എഴുതാം. Is garbage burned in the garbage burned in the open place? It is garbage burned in the open place. Okay, then B question എന്താണ്? Write 2 activities to be undertaken. Change to make our school a waste free green school. എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിന് ഏറ്റെടുക്കേണ്ട 2 പ്രവർത്തനങ്ങൾ അല്ലേ. മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റിയെടുക്കുന്നതിന് ഏറ്റെടുക്കേണ്ട 2 പ്രവർത്തനങ്ങൾ എഴുതുക എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, നമുക്ക് ഒന്ന് എന്ത് എഴുതാം? ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം, അതായത് ലഞ്ച് വേസ്റ്റ് ഡിസ്പോസൽ അല്ലേ. ദെൻ ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം, ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ കൺസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. റൈറ്റ് 2 സർവീസസ് ഡൺ ബൈ ദ ഹരിത കർമ്മസേന. എന്താണ്? ഹരിത കർമ്മസേന നിർവഹിക്കുന്ന 2 സേവനങ്ങൾ എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? 2 സേവനങ്ങളാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ ആയിട്ട് എഴുതാം. ട്രാൻസ്പോർട്ടിംഗ് ഇൻഓർഗാനിക് വേസ്റ്റ് ടു പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ്. Then inorganic waste will be sorted and collected at regular intervals in all homes and institutions. എന്താണ്? യെസ്, അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും എത്തിക്കുക. അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുക. ദെൻ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നിശ്ചിത ഇടവേളകളിൽ വൃത്തിയാക്കിയ അജൈവ മാലിന്യം തരംതിരിച്ചും ശേഖരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് പ്രവർത്തനം 2 ആക്ടിവിറ്റി 2. എക്സാമിൻ ദ ടേബിൾ പ്രിപ്പയർഡ് ബൈ എ സ്റ്റുഡൻറ് ഹു റെക്കോർഡഡ് ദ റിസൾട്ട് ഓഫ് ആൻ എക്സ്പെരിമെന്റ്. ഓക്കെ, ക്ലാസ് 1 എന്താണ് നോക്കൂ. വെൻ ഹണി വാസ് poured into a water, it dissolved in water. Then guess 2 എന്താണ്? When the honey was poured into water, it sedimented at the bottom. Then when a piece of cotton cloth was dipped honey and burned, it produced cracking sound. When a piece cotton cloth was dipped in honey and burned it burned well. The honey added water had a different taste. Then honey added water had no different in taste. അല്ലേ, ക്ലാസ് 2ഉം ക്ലാസ് 1ഉം അല്ലേ. നോക്കൂ, ഗ്ലാസ് 1 എന്താണ്? ജലത്തിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ എന്താണ്? അടിത്തട്ടിൽ അടിഞ്ഞുകൂടി. എന്താണ്? യെസ്, ഗ്ലാസ് 1ൽ എന്ത് എഴുതിയില്ലേ? കോട്ടൺ തുണി തേനിൽ മുക്കി കത്തിച്ചപ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടായി. ഗ്ലാസ് 2 കോട്ടൺ തുണി തേനിൽ മുക്കി കത്തിച്ചപ്പോൾ നന്നായി കത്തുകയുണ്ടായി. തേൻ ചേർത്ത ജലത്തിന് രുചി വ്യത്യാസമുണ്ട്, തേൻ ചേർത്ത ജലത്തിന് രുചി വ്യത്യാസമില്ല.
Okay, then first question എന്താണ് which glass has the best quality honey? Illustrate your opinion. ഏത് ഗ്ലാസ്സിലെ തേനിനാണ് എന്ത് ചെയ്യുന്നത്? യെസ്, ഗുണനിലവാരമുള്ളത്. ഇലിസ്ട്രേറ്റ് യുവർ ഒപ്പീനിയൻ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? യെസ്, നിങ്ങളുടെ അഭിപ്രായത്തെ സമർത്ഥിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ കൂട്ടുകാരെ, വിച്ച് ഗ്ലാസ് ഹാസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഹണി? ഏത് ഗ്ലാസ്സിലാണ് തേനിനും ഗുണനിലവാരമുള്ളത്? ഏത് ഗ്ലാസ്സിലാണ്? ഇത് നോക്കൂ, ഗ്ലാസ് 1-ലാണോ ഗ്ലാസ് 2-ലാണോ ഉള്ളത്? അതായത് ഹണി ഈസ് സെക്കൻഡ്, ഗ്ലാസ് ഈസ് ഓഫ് ഹൈയോ ക്വാളിറ്റി. ദെൻ പുവർ മണി does not dissolve in water. Poor honey does not dissolve in water. When a stick dipped in poor honey, there is no explosive sound, and when the poured into water, it hits the bottom. ദെൻ രണ്ടാമത്തെ ഗ്ലാസ്സിലെ തേനിനാണ് ഗുണനിലവാരമുള്ളത്. ശുദ്ധമായ തേൻ വെള്ളത്തിൽ എന്താണ്? യെസ്, അലിഞ്ഞു ചേരുന്നില്ല. ശുദ്ധമായ തേനിൽ മുക്കിയ തുണി കത്തിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് ശബ്ദമുണ്ടാകുന്നില്ല. ജലത്തിലൊഴിച്ചാൽ അടിത്തട്ടിൽ അടിയുന്നു. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് അഡൾട്ടറന്റ് ഈസ് ആഡഡ് ടു ടെർമറിക് പൗഡർ. നമ്മളോട് എക്സ്പെരിമെൻ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എക്സ്പെരിമെൻ്റ് എഴുതാം. ടേക്ക് സം വാട്ടർ ഇൻ ഗ്ലാസ് ടംബ്ലർ ആൻഡ് സ്പ്രിങ്കിൾ എ പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ദെൻ ഇൻ ഇറ്റ്. ഇഫ് ആർട്ടിഫിഷ്യൽ കളറിംഗ് ഹാസ് ബീൻ ആഡഡ്, ദ കളർ വിൽ സ്പ്രെഡ് ടു ദ ബോട്ടം. ഇഫ് നോട്ട്, ദ കളർ വിൽ നോട്ട് സ്പ്രെഡ് അറ്റ് ദ ടർമറിക് വിൽ സെറ്റിൽ ടു turmeric color will settle to the bottom. അതായത് ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് ജലമെടുത്ത് അതിലൊരു നുള്ള് മഞ്ഞൾപ്പൊടി വിതറുക. മഞ്ഞൾപ്പൊടി വിതറുക. ദെൻ കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരുമില്ലെങ്കിൽ നിറം ഇളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും. ഓക്കെ, ദെൻ നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. ആഡിങ് സംതിങ് സിമിലർ ടു ഫുഡ് ഐറ്റംസ് ഈസ് ആൾസോ അഡൾട്ടറേഷൻ. റൈറ്റ് വാട്ട് അതർ തിങ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ അഡൾട്ടറേഷൻ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? യെസ്, ആഡിങ് സംതിങ് സിമിലർ ടു ഫുഡ് ഐറ്റംസ് ഈസ് ആൾസോ അഡൾട്ടറേഷൻ. എന്താണ്? അതായത് ആഹാര വസ്തുക്കളിൽ എന്താണ്? അവയോട് സാദൃശ്യമുള്ളത് ചേർക്കുന്നതും മായം ചേർക്കലാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങൾ മായം ചേർക്കലിൽ ഉൾപ്പെടുന്നുവെന്ന് എഴുതുക എന്നാണല്ലേ പറഞ്ഞത്. യെസ്, നമുക്ക് എന്ത് എഴുതാം? മിക്സിംഗ് പുവർ ക്വാളിറ്റി ഓഫ് ഐറ്റംസ്. പുവർ ക്വാളിറ്റി ഐറ്റംസ്, അതായത് ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ കലർത്തുക. ദെൻ റിമൂവ് ക്വാളിറ്റി ഫാക്ടേഴ്സ്, അതുപോലെ ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുക. റിമൂവ് ക്വാളിറ്റി ഫാക്ടേഴ്സ് അഥവാ ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ദെൻ എക്സാമിൻ ദ ടേബിൾ. അല്ലെ നമുക്കിവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്, അത് പരിശോധിക്കാനാണ് അത് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഒബ്ജക്റ്റ് കളർ ആസിഡ് കളർ ഇൻ ആൽക്കഹോൾ അല്ലേ. ഓക്കെ, ആൽക്കലിയിൽ നിറം അല്ലേ, ആൽക്കലി. Then object A color in acid pale pink, then color in alkali pale yellow, then B colorless, then pink ആണല്ലേ. Then C red and color in alkali blue, then D red, then color in alkali blue തന്നെയാണ് അല്ലേ. ഓക്കെ, എ ക്വസ്റ്റ്യൻ എന്താണ്? ദ എബോവ് A, B, C and D are used as indicators. Examine the table and identify them. ഓക്കെ, നമുക്ക് മലയാളം മീഡിയം നോക്കാം. പ്രവർത്തനം 3, പട്ടിക പരിശോധിക്കുക. വസ്തു എ, ആസിഡിലെ നിറം ഇളം പിങ്ക്, ആൽക്കലിയിലെ നിറം ഇളം മഞ്ഞ. ദെൻ വസ്തു ബി, ആസിഡിലെ നിറമില്ല, ആൽക്കലിയിലെ നിറം പിങ്ക്. ദെൻ സി, ആസിഡിലെ നിറം ചുവപ്പ്, ആൽക്കലിയിലെ നിറം നീല. ദെൻ ഡിയോ, ആസിഡിലെ നിറം ചുവപ്പാണ്, ആൽക്കലിയിലെ നിറം നീലയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? മുകളിൽ കൊടുത്തിരിക്കുന്ന എ, ബി, സി, ഡി എന്നിവ സൂചകങ്ങളായി ഉപയോഗിക്കുന്നു. അവ ഏതെന്ന് പട്ടിക പരിശോധിച്ച് എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? അതെ, എ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, മീഥൈൽ ഓറഞ്ച് ആണല്ലേ. ദെൻ ബിയോ, യെസ്, ഫിനോഫ്തലിൻ ആണ്. ദെൻ സി, നീല ലിറ്റ്മസ് ആണ് അഥവാ ബ്ലൂ ലിറ്റ്മസ് ആണല്ലേ. ദെൻ ഡി, ചുവന്ന ലിറ്റ്മസ് അഥവാ റെഡ് ലിറ്റ്മസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? 2 പ്രകൃതിദത്ത സൂചകങ്ങളുടെ പേരും അവയ്ക്ക് ആസിഡും ആൽക്കലിയിലും ഉണ്ടാകുന്ന നിറം മാറ്റവും എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് നെയിം 2 നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദെയർ കളർ ചേഞ്ച് ഇൻ ആസിഡ് ആൻഡ് ആൽക്കലി.
നമുക്ക് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് എഴുതാം? 2 നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? ഫസ്റ്റ് വൺ എഴുതാം. നമുക്ക് മഞ്ഞളല്ലേ, ടെർമറിക് എഴുതാം അല്ലേ. ഓക്കെ, മഞ്ഞൾ എന്താണ്? യെസ്, ദെൻ ആസിഡിൽ മഞ്ഞയാണ്. ദെൻ ടർമറിൻ ആസിഡ് യെല്ലോ. ദെൻ ഇൻ ആൽക്കലി എന്താണ്? റെഡ് ആണല്ലേ. ദെൻ ചെമ്പരത്തി കടലാസ് ആസിഡിൽ ചുവപ്പാണ്, ആൽക്കലിയിൽ എന്താണ്? നിറം മാറ്റമില്ല. ദെൻ ഹിബിസ്കസ് ഇൻ ആസിഡ് റെഡ്, ഇൻ ആൽക്കലി നോ കളർ ചേഞ്ച്. ഓക്കെ, ദെൻ വിച്ച് ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ കേർഡ്? കേർഡിലുള്ള ബാക്ടീരിയ ആണ് ലാക്ടോബാസിലസ് കാലിഫോം, ദെൻ റൈസോബിയം അല്ലേ. അതായത് തൈരിൽ കാണുന്ന ബാക്ടീരിയ ഏത്? ലാക്ടോബാസിലസ്, കോളിഫോം, റൈസോബിയം. ഇതിലേതാണ് തൈരിൽ കാണുന്ന ബാക്ടീരിയ? അത് നമുക്കറിയാം ഏതാണ്? ലാക്ടോബാസിലസ് ആണ് അല്ലേ. ഏതാണ്? ലാക്ടോബാസിലസ്. തൈരിൽ കാണുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ്. ഓക്കെ, ദെൻ നമുക്ക് പ്രവർത്തനം 4 നോക്കാം. ആക്ടിവിറ്റി 4 എന്താണ്? ആക്ടിവിറ്റി 4. The message given by the health department related to World Food Day is given below. Hygienic, safe and healthy food is the right of everyone. Hygiene is the most important. Wash your hand with soap before serving and eating food. Then a question എന്താണ്? Write any 4 other suggestions related to hygiene. പ്രവർത്തനം 4 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് നൽകിയ സന്ദേശമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വൃത്തിയുള്ളതും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്. ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. ആഹാരം വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ക്വസ്റ്റ്യൻ നോക്കൂ. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധ്യതയുള്ള മറ്റ് ഏതെങ്കിലും 4 നിർദ്ദേശങ്ങൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും 4 നിർദ്ദേശങ്ങൾ, അതായത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധ്യതയുള്ള മറ്റ് 4 ഏതെങ്കിലും നിർദ്ദേശങ്ങൾ, സജഷൻസ് ആണല്ലേ നമുക്ക് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. പാചകം ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? ആഹാരം അടച്ചു വയ്ക്കുക. ദെൻ കവർ ഫുഡ് ആഫ്റ്റർ കുക്കിംഗ്. ദെൻ ശുദ്ധമായ ജലമായിരിക്കണം പാചകത്തിന് ഉപയോഗിക്കേണ്ടത്. ക്ലീൻ വാട്ടർ ഷുഡ് ബി യൂസ്ഡ് ഫോർ കുക്കിംഗ്. ദെൻ ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കണം. ഫുഡ് ഷുഡ് ബി കെപ്റ്റ് ക്ലോസ്ഡ്. ഫുഡ് ഷുഡ് ബി കെപ്റ്റ് ക്ലോസ്ഡ്. ഓക്കെ, ദെൻ നെയിം ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് പ്രിസർവിംഗ് മിൽക്ക്. എക്സ്പ്ലെയിൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശാസ്ത്രീയ രീതിയുടെ പേരെന്ത്? വിശദീകരിക്കുക എന്നാണ് അല്ലേ. പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശാസ്ത്രീയ രീതിയുടെ പേരാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദെൻ വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശാസ്ത്രീയ രീതിയുടെ പേരെന്താണ് കൂട്ടുകാരെ? യെസ്, നമുക്കറിയാം എന്താണ്. യെസ്, പാസ്ചറൈസേഷൻ അല്ലേ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്? യെസ്, പാസ്ചറൈസേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് മിൽക്ക് ടു 70 Celsius for 30 seconds and the rapidly cooling it to 10 degrees Celsius. അതായത് പാസ്ചറൈസേഷൻ എന്നാൽ എന്താണ്? പാൽ 70 ഡിഗ്രി സെൽഷ്യസ് 30 സെക്കൻഡ് വരെ ചൂടാക്കി 10 സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയാണ് എന്ത്? യെസ്, പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കെമിക്കൽ സബ്സ്റ്റാൻസസ് ഈസ് ആഡഡ് ടു ഐസ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം മെൽറ്റിംഗ് ക്വിക്ക്ലി ആഡഡ് ടു പ്രിസർവ് ഫിഷ്? അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്. എന്താണ് ചോദ്യം? നോക്കൂ. മത്സ്യം കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ദീർഘനേരം അലിഞ്ഞു പോകാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ഇതിലേതാണ്? അത് നമുക്കറിയാം. ഏതാണ് കൂട്ടുകാരെ? അലുമിനിയം ക്ലോറൈഡ് ഉണ്ട്, അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവയിൽ ഏതാണ്? വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് ഈസ് ആഡഡ് ടു ഐസ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം മെൽറ്റിംഗ് ക്വിക്ക്ലി ആൻഡ് പ്രിസർവ് ഫിഷ്? യെസ്, അമോണിയം ക്ലോറൈഡ് അല്ലേ. ആൻസർ എന്താണ്? അമോണിയം ക്ലോറൈഡ്. ഓക്കെ, ഇത് നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. Activity 5. The different type of teeth seen in human are incisors, canine, molars and premolars അല്ലെ. premolars. Which of the teeth is not needed for herbivores? Which of the teeth is not needed for herbivores? ഓക്കെ, ഫസ്റ്റ് നോക്കൂ. പ്രവർത്തനം 5. മനുഷ്യരിലെ വ്യത്യസ്ത ഇനം പല്ലുകളാണ് ഉളിപ്പല്ല്, കോമ്പല്ല്, ചർമ്മണകം, അഗ്രചർമ്മണകം. ഇതിൽ സസ്യഭോജികൾക്ക് ആവശ്യമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏത് പല്ലാണ്? അതെ, കോമ്പന്നാണ് അല്ലേ. അഥവാ കാനൈൻ ആണ് എന്ത്? സസ്യഭോജികൾക്ക് ആവശ്യമില്ലാത്തത്.
ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ആഹാരത്തിന് ആമാശയത്തിൽ വെച്ച് നടക്കുന്നത് മാറ്റങ്ങൾ എന്തെല്ലാം എന്നല്ലേ? ആഹാരത്തിന് ആമാശയത്തിൽ വെച്ച് നടക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? ഓക്കെ, റൈറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ടു ദ ഫുഡ് ഇൻ സ്റ്റൊമക്. എന്താണ് എന്ത് സംഭവിക്കുന്നത്? യെസ്, 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ തങ്ങി നിൽക്കും. ആമാശയഭിത്തിയുടെ ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. യെസ്, ഇറ്റ് വിൽ സ്റ്റേ ഫോർ 4 or 5 hours. Then gastric juice facilitates digestion. Okay, then next question നോക്കാം. What are the digestive secretion to mix that partially digested food in the initial part of the small intestine? Name the digestive glands which produce this secretion എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതായത് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലരുന്ന ദഹന രസങ്ങളേവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളേവ എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. ദഹനരസം ഏതാണ്? കരളാണല്ലേ. അപ്പോൾ ഉൽപ്പാദിക്കുന്ന ദഹനഗ്രന്ഥി ഏതാണ്? കരളാണ്. രസം ഏതാണ്? പിത്തരസമാണല്ലേ. then ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയരസം, then liver bile, then pancreas pancreatic juice. then നമുക്ക് പ്രവർത്തനം 6 നോക്കാം. Activity 6. The tiffin box of a child was tightly closed. When the help of the teacher, the tiffin box was heated and opened. എന്താണ്? Which property related to heat in solids is used here? എന്താണ് ചോദ്യം? യെസ്, പ്രവർത്തനം 6 എന്താണ്? ഒരു കുട്ടിയുടെ സ്റ്റീൽ ചോറ് പാത്രം മുറുകി അടഞ്ഞുപോയി. ടീച്ചറിൻ്റെ സഹായത്തോടെ പാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കി തുറന്നു. ഖരവസ്തുക്കളിലെ താപവുമായി ബന്ധപ്പെട്ട് ഏത് പ്രത്യേകതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഖരവസ്തുക്കളിലെ താപവുമായി ബന്ധപ്പെട്ട ഏത് പ്രത്യേകതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയത്? ഏത് പ്രത്യേകതയാണ്? നമുക്കറിയാം ഏത് പ്രത്യേകതയാണ് കൂട്ടുകാരെ. യെസ്, നമുക്ക് ആൻസർ എഴുതാം. യെസ്, എന്താണ്? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു. ദ സോളിഡ് ഐറ്റം വിൽസ് ഡെവലപ്പ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റ്. എന്താണ്? ദ സോളിഡ് ഐറ്റം വിൽസ് ഡെവലപ്പ് വെൻ ഇറ്റ് ഗെറ്റ് ഹീറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ താപവുമായി ബന്ധപ്പെട്ട് ചോറ്റുപാത്രത്തിൽ സംഭവിച്ചതുപോലുള്ള ഓരോ സന്ദർഭം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. Okay, then English medium, write one such situation related to heat in the liquid and gas stated that happened in the tiffin box. വൺ സച്ച് സിറ്റുവേഷൻ ആണല്ലേ, ഇതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? യെസ്, കടൽക്കാറ്റും വാതകങ്ങളുടെ താപീയ വികാസമാണ്. ലാൻഡ് ആൻഡ് സീ ബ്രീസ് ആർ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ്. എന്താണ്? കരക്കാറ്റും കടൽക്കാറ്റും വാതകങ്ങളുടെ താപീയ വികാസമാണ്. ദ ലാൻഡ് ആൻഡ് ബ്രീസ് ആർ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ വാസ് ഓൺലി ദ ലിഡ് ഹീറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ എൻറ്റയർ ടിഫിൻ ബോക്സ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? പാത്രം മുഴുവൻ ചൂടാക്കാതെ അടപ്പ് മാത്രം ചൂടാക്കിയതിൻ്റെ കാരണം എന്ത് എന്നാണല്ലേ. അതായത് പാത്രം മുഴുവൻ ചൂടാക്കാതെ എന്ത് മാത്രമേ ചൂടാക്കിയിട്ടുള്ളൂ? യെസ്, അടപ്പ് മാത്രമേ ചൂടാക്കിയിട്ടുള്ളല്ലേ. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? നമുക്ക് ആൻസർ എഴുതാം. പാത്രത്തിൻ്റെ അടപ്പ് ചൂടാകുമ്പോൾ അതുമാത്രം വികസിക്കുകയും പെട്ടെന്ന് തുറക്കാനും കഴിയുന്നു. എന്നാൽ പാത്രം മൊത്തത്തിൽ ചൂടാക്കിയാൽ എന്താണ്? അടപ്പിനൊപ്പം പാത്രം വികസിക്കുകയും തുറക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഖരപദാർത്ഥങ്ങളിലെ താപീയ വികാസമാണ് ഇതിന് കാരണം. അതായത് when the lid of a jar is heated only it expands and can be opened easily. However, if the entire jar is heated, the jar will expand along with the lid and cannot be opened. This is due to thermal expansion in solids. Okay. Then activity 7 ആണ് നമ്മൾ നോക്കുന്നത്. Have you examined the pictures? What is the function of this organ related to the exertion? എന്താ പറഞ്ഞിട്ടുള്ളത്?
ചിത്രങ്ങൾ പരിശോധിച്ചല്ലോ. വിസർജനവുമായി ബന്ധപ്പെട്ട് ഈ അവയവങ്ങൾ നിർവഹിക്കുന്ന നർമ്മം ഏതെന്ന് പൂർത്തിയാക്കുക. പട്ടിക പൂർത്തിയാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നെയിം ഓഫ് ഓർഗൻ. നെയിം ഓഫ് ദ ഓർഗൻ കിഡ്നി ആണ്. ദെൻ ഫങ്ഷൻ റിലേറ്റഡ് ടു എക്സേർഷൻ ഏതാണ്? ഹിസ് നെയിം ഓഫ് ഓർഗൻ. ദെൻ ഫങ്ഷൻ റിലേറ്റഡ് ടു എക്സേർഷൻ സ്വെറ്റ് എന്ന് നൽകിയിട്ടുണ്ട്. ദ നെയിം ഓഫ് ദ ഓർഗൻ ലങ്സും ലിവറും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷനും കൂടി നമുക്ക് എഴുതണമല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കിഡ്നി നോക്കാം. ദെൻ ഫങ്ഷൻ റിലേറ്റഡ് ടു എക്സേർഷൻ, അതായത് വിസർജനവുമായി ബന്ധപ്പെട്ട് ധർമ്മം ഏതാണ്? ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിൻ അല്ലേ. യൂറിൻ അഥവാ മൂത്രം. ദെൻ സ്വെറ്റ് ആണ് വിയർപ്പ്. അവയവത്തിൻ്റെ പേരെന്താണ്? ത്വക്ക് അഥവാ സ്കിന്നാണ് അല്ലേ. ദെൻ ലങ്സ് നൽകിയിട്ടുണ്ട്. അതേതാണ്? ഫങ്ഷൻ റിലേറ്റഡ് ടു എക്സേർഷൻ ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. ദെൻ ലിവർ യൂറിയ അല്ലേ. ലിവർ യൂറിയ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി ഡൺ ടു മെയിൻറ്റെയിൻ ഇൻ ദ ഹെൽത്ത് ഓഫ് കിഡ്നീസ്? അതായത് വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് അല്ലേ ഇവിടെ എഴുതേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടുകാരെ നാം ശ്രദ്ധിക്കേണ്ടത്? റെഡ്യൂസ് excessive salt consumption, then avoid smoking and alcoholism, reduce excessive use of artificial drinks, then drink about 12 glasses of water a day. അതായത് എന്തൊക്കെയാണ്? ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക, പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക, കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക, ഒരു ദിവസം ഏകദേശം 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് അവയവ വ്യവസ്ഥയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓർഗൻ സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ്? വിച്ച് ഓർഗൻ സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ്? ഫിസിക്കൽ ആക്ടിവിറ്റി ഏതാണ്? നാഡീവ്യവസ്ഥയാണ് അല്ലേ. നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 8 ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 8. Okay, activity 8. When the half part of a moon on which sunlight falls in visible from the earth, which among the following can be seen to us? A question എന്താണ്? The day will be a full moon day അല്ലേ. ദിവസം പൗർണമിയായിരിക്കും. ദെൻ ബി, ആ ദിവസം സൂര്യാസ്തമയ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും. സി, ആ ദിവസം അമാവാസിയായിരിക്കും. ഡി, ആ ദിവസം ചെറിയ ചന്ദ്രക്കല കാണും. എ, ദ ഡേ വിൽ ബി ഫുൾ മൂൺ ഡേ. ബി, ദ ഡേ വിൽ ഹാവ് എ ഹാഫ് മൂൺ ഡ്യൂറിങ് സൺസെറ്റ്. ദെൻ ദാറ്റ് ഡേ വിൽ ബി എ ന്യൂ മൂൺ ഡേ, അതായത് അമാവാസി. ദെൻ എ സ്മോൾ ക്രസന്റ് വിൽ ബി വിസിബിൾ ഓൺ ദാറ്റ് ഡേ. അപ്പോൾ വിച്ച് ദ ഹാഫ് പാർട്ട് ഓഫ് ദ മൂൺ ഓൺ വിച്ച് സൺലൈറ്റ് ഫോൾസ് ദ വിസിബിൾ ഫ്രം ദ എർത്ത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി സീൻ ടു എസ്? ഇതിലേതായിരിക്കും നമുക്ക് ദൃശ്യമാകുന്നത്? ആ ദിവസം എന്താണ്? സൂര്യാസ്തമയ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും. ദ ഡേ വിൽ ഹാവ് എ ഹാഫ് മൂൺ ഡ്യൂറിങ് സൺസെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ റീസൺ ഫോർ വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ദ മൂൺ. വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ദ മൂൺ, അതായത് ചന്ദ്രൻ്റെ വൃദ്ധിക്കും ക്ഷയത്തിനും കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അതായത് ചന്ദ്രൻ്റെ പരിക്രമണത്തിൻ്റെ ഫലമായി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസം മൂലമാണ് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നത്. ദ മൂൺസ് ഓർബിറ്റ് കോസസ് ദ ഇലുമിനേറ്റഡ് ആൻഡ് ഷാഡോഡ് സൈഡ്സ് ടു അപ്പിയർ ഡിഫറെൻറ്റ് ഫ്രം ദ എർത്ത്. ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. കാരണം എന്ത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് ഓൺലി വൺ സൈഡ് ഓഫ് ദ മൂൺ ഈസ് സീൻ ഫേസിങ് ദ എർത്ത്. വൈ? എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? എന്താണ്? പരിക്രമണവും ഭ്രമണവും ഒരേ സമയം നടക്കുന്നതിനാണല്ലേ. സീൻസ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഒക്കേഴ്സ് അറ്റ് ദ സെയിം ടൈം, അതായത് പരിക്രമണവും ഭ്രമണവും ഒരേ സമയം നടക്കുന്നതിനാലാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.